സ്കൂളിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ നടത്തിയോ? ഇല്ലെങ്കിൽ പെട്ടെന്നാട്ടേട്ടോ. ദിവസങ്ങൾ ഇനി ഇച്ചിരിയല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി വൈകിട്ടോ. ഉച്ച കഴിയുമ്പോൾ നല്ല മഴയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മേടിച്ച് വരണം എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതേ. ആദ്യം പോയത് ചെരുപ്പ് കടയിലേക്കാണേ. അറിയാവുന്ന കട തേടി പോയതാണ് കേട്ടോ. എന്തായാലും ചെരുപ്പൊക്കെ മേടിച്ചു. അവിടുന്ന് അടുത്ത സെക്ഷൻ ബോക്സ്, കുപ്പി, ബാഗ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ചെറിയ സാധനങ്ങൾ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, പ്രത്യേകിച്ച് സ്കൂളല്ലേ. തുറക്കുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ അതില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ. അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ എല്ലാം മേടിച്ചതേ. അത് കളർ തിരഞ്ഞെടുക്കാനായിരുന്നു അതിലും വലിയ ടാസ്ക്. രണ്ടുപേരും ഒരേ കളർ പിടിച്ചാൽ ആകെ പെട്ടുപോവേ വീട്ടിൽ വരുമ്പോൾ. അപ്പം ഞങ്ങളെല്ലാം തിരഞ്ഞെടുത്തു. ഇതിലെല്ലാം രസം എന്താണെന്നറിയോ? കടയിൽ നമ്മൾ കൊണ്ടുപോകുന്ന ലിസ്റ്റ് ആയിരിക്കുകയില്ല, കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ ലിസ്റ്റിൻ്റെ എണ്ണം കൂടും. ഇത് വഴിയെ കാണാം കേട്ടോ. പിന്നെ പെൺപിള്ളാരാണെങ്കിലോ വള, മാല, ക്ലിപ്പ്, ബുഷ്, ഞാൻ പറഞ്ഞില്ലേ എണ്ണം കൂടുമെന്ന്. ഇതാ കണ്ണാടി എക്സ്ട്രാ വന്നതാണേ. അത് മേടിച്ചില്ല, നൈസായിട്ട് വെച്ചിട്ട് പോന്നു കേട്ടോ. അപ്പം അവിടുന്ന് എല്ലാ സാധനങ്ങളും മേടിച്ച് അവിടുന്ന് അടുത്ത ഞങ്ങൾ ഇറങ്ങിയത് ബാഗ് കടയിലേക്കാണേ. അവിടെ അതിലും വലിയ രസം. കുഞ്ഞിപ്പെണ്ണ് ചെന്നപ്പോൾ തൊട്ട് പിടിച്ച ബാഗിൽ തന്നെ തൂങ്ങി നിൽക്കുക. ഓ രക്ഷയില്ല, വിടുന്ന ഒരു ഭാവവും ഇല്ല കേട്ടോ. പക്ഷേ അവളുടെ ഇഷ്ടത്തിന് മേടിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലായിരുന്നു, ആ കളറ് അത്ര ഇതല്ലായിരുന്നു കേട്ടോ. കാരണം മഴക്കാലമാണ്, കുഞ്ഞുങ്ങളുടെയൊക്കെ ബാഗല്ലേ, അവങ്ങൾക്ക് സൂക്ഷിക്കാൻ അറിയില്ലല്ലോ. സ്കൂളിൽ ചെല്ലുമ്പോൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കുകയല്ലേ ഉള്ളൂ. നമുക്ക് സ്കൂളിലെ ടീച്ചേഴ്സിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം പറഞ്ഞു നോക്കി, മോനെ കരിമ്പിനടിക്കും, ചെളി പറ്റും, കൊള്ളില്ലടാ, എവിടെ കേൾക്കാൻ. പിന്നെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു കേട്ടോ. രണ്ടുപേരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചതേ. എപ്പം കഞ്ഞിക്കുഴിക്ക് വന്നാലും വിടാത്തൊരു സ്ഥലമാണ് ഈ കട. നമ്മൾ ചെറിയൊരു ബേക്കറിയാണേ. അവർ ആ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഫ്രണ്ടിൽ നിന്ന് ചേച്ചിയല്ല കേട്ടോ. തൊട്ടിപ്പറെ ഒരു പപ്പിക്കുട്ടീനെയും കൊണ്ട് ഒരു ടീം ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അവരുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ അത് കണ്ടപ്പോൾ തൊട്ടേ കുഞ്ഞിപ്പെണ്ണിനും പപ്പി വേണമെന്ന്. എന്ത് ചെയ്യാനാ, രണ്ടെണ്ണത്തെ പോറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നൈസായിട്ട് മുങ്ങിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവർക്ക് മേടിച്ച സാധനങ്ങൾ.